ഈ പറയുന്ന സ്വർഗത്തിലും നരകത്തിലും ഇന്നവർ കടക്കും ഇന്നവർ കടക്കില്ല എന്ന് പറയുന്ന രീതിയിലുള്ള സംസാരം പരിശുദ്ധ ഇസ്ലാമിൽ ഖുർആനിലും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവരണത്തിലും കൃത്യമായി ഇന്നയാൾ എന്ന് പേര് പറഞ്ഞിട്ടുള്ള ആളുടെ കാര്യത്തിലല്ലാതെ മറ്റൊരു വ്യക്തിയുടെയും കാര്യത്തിൽ ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇയാൾ നരകത്തിലാണെന്നോ ഇയാൾ സ്വർഗത്തിലാണെന്നോ പറയാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ നിലപാട്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അശ്റത്തുൽ മുബശ്ശരീങ്ങൾ 10 പേർ, അബൂബക്കറിൻ ഫിൽ ജന്ന, ഉമറു ഫിൽ ജന്ന, ഉസ്മാനു ഫിൽ ജന്ന എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10 സ്വഹാബാക്കളെ സ്വർഗത്തിലാണെന്ന് പ്രത്യേകമായി പേര് പറഞ്ഞുകൊണ്ട് ഒരേ ഹദീസിൽ വിവരിച്ചതുണ്ട്. ചില വ്യക്തികളെ ചില സന്ദർഭങ്ങളിലായി ഇദ്ദേഹം സ്വർഗത്തിലാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ വിവരിച്ചതുണ്ട്. ഇന്നാലിന്ന ആൾ ഈ വാതിലൂടെ വരുമ്പോൾ അവർ സ്വർഗത്തിലാണെന്ന് വിവരിച്ചവരുണ്ട്. ഇങ്ങനെ വിവരിച്ചിട്ടുള്ള വ്യക്തമായ സ്വഹീഹായ ഹദീസിൽ പേര് പറയപ്പെട്ടിട്ടുള്ള ആളുകൾ സ്വർഗത്തിലാണെന്ന് നമുക്ക് പറയാം വ്യക്തിയായിട്ട്. അല്ലാത്ത ഒരാളെ പറ്റി എത്രത്തോളം എന്ന് വെച്ചാൽ, ചെറിയ ഒരു ചോര പൈതൽ മരണപ്പെട്ടപ്പോൾ റുസൂർ മിൻ അസാഫീരിൽ ജന്ന, സ്വർഗത്തിലെ കിളികളിൽപ്പെട്ട ഒരു ചെറിയ കൂരാറ്റുകിളി എന്ന് ഒരു സംസാരിച്ചു ബഹുമാനപ്പെട്ട മഹദി ആയിഷ റളിയല്ലാഹു അൻഹ. അതുപോലെ ചില സ്വഹാബികളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ എതിർക്കുകയും, ആര് വിവരം തന്നു, അങ്ങനെ പറയാൻ നിനക്ക് അധികാരം തന്ന ആരാണ്, അങ്ങനെ ആരെപ്പറ്റിയും പറയാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കിയത് ഹദീസിൽ വളരെ വ്യക്തമായിട്ട്. എന്താണ് ഇതിന്റെ അർത്ഥം? ചെറിയ ഒരു കുട്ടി മരണപ്പെട്ടാൽ ശിക്ഷയൊന്നുമില്ല, അവർക്ക് ദീനിന്റെ തക്ലീഫില്ല എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ്. എന്നാൽ പോലും ഈ കുട്ടി ഇന്ന ആൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുട്ടിയെ സ്വർഗത്തിലാക്കാനോ അതല്ലെങ്കിൽ നരകത്തിലാക്കുന്ന കാര്യമോ അങ്ങനെ തന്നെ. അബൂജഹൽ, ഉമയ്യത്ത് മുൻ ഖലഫ് തുടങ്ങി ബദറിലെ ഖലീബ് ബദറിൽ ഇടപെട്ട ആ ആളുകൾ, തബ്ബത്ത് യദാ അബീ ലഹബിൻ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ള അബൂലഹബ്, ഇബ്ലീസ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ള ആ ഇബ്ലീസ് ശൈത്വാൻ, ഇങ്ങനെയുള്ള നേരിട്ട് നരകത്തിലാണെന്ന് റസൂൽ തിരുമേനിയോ അള്ളാഹുവോ വ്യക്തമാക്കി തന്നിട്ടുള്ള വ്യക്തികളെയല്ലാതെ ഇന്ന ആൾ നരകത്തിലാണെന്ന് ഒരാളെപ്പറ്റിയും പറയാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പുസ്ലിയാർ കുണ്ടൂർ ഉസ്താദിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഓ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇങ്ങോട്ട് വരി. അങ്ങനെ ബഹുമാനപ്പെട്ടവർ അങ്ങോട്ട് കയറി ചെന്നു. ആ കയറി ചെന്ന സമയത്ത് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് കുണ്ടൂർ ഉസ്താദിനോട് പറഞ്ഞു, നിങ്ങളും എന്നെ ഒന്നും അള്ളാഹു തആല നരകത്തിലിട്ട് കരിക്കൂല. കുണ്ടൂർ ഉസ്താദ് പിൽക്കാലത്ത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇൽമോ അമലോ ഒന്നുമില്ല, പക്ഷേ എൻ്റെ ഷെയ്ഖ് ചാപ്പനങ്ങാടി മൂപ്പര് മഹാനവറുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാനും നിങ്ങളും നരകത്തിൽ കടക്കൂല എന്ന് എൻ്റെ ഷെയ്ഖായ ചാപ്പനങ്ങാടി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വാക്കിലാണ് എൻ്റെ പ്രതീക്ഷ എന്ന് ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് പിൽക്കാലത്ത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ കൂടെ നടന്ന പല പണ്ഡിതന്മാരിൽ നിന്ന് നേരിട്ടത് കേൾക്കാനും ഒക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. മഹേശ്വരിൽ പോയാൽ അന്ന് കൂറത്തങ്ങൾ ഉണ്ടാവല്ലോ. മഹേശ്വരിൽ കൂറത്തങ്ങളുടെ ബാപ്പ അബ്ദുറഹ്മാൻ കുഞ്ഞുകോയത്തങ്ങള് താജുലും ഉണ്ടാവും, നൂറിലും ഉണ്ടാവും, കന്ദൂരിലും ഉണ്ടാവും, ഇ.കെ. ഉസ്താദ് ഉണ്ടാവും, ഹസൻ ഉസ്താദ് ഉണ്ടാവും, കണ്ണിത്തോറുണ്ടാവും. അങ്ങനെ വലിയ മഹാന്മാർ അവരെല്ലാം സ്വർഗത്തിൽ പോകുന്നവരാണ്. അലിക്കുഞ്ഞ് ഉസ്താദ് അവരെല്ലാം സ്വർഗത്ത് പോകുന്ന അള്ളാഹുവിന്റെ വലുത് പാട്ടിയായി സ്വർഗത്ത് പോകുമ്പോൾ ഞങ്ങളും ആ സദസ്സിൽ പെടണം. ആ ഒരു നീയത്ത് ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ. അള്ളാഹു മഹേശ്വരിലെത്തിയാൽ ബഹുമാനപ്പെട്ട കൂറത്തങ്ങൾ അവർ ഞങ്ങളെ കൈപിടിയാതെ ഞങ്ങൾ അങ്ങേയറ്റം സ്നേഹിച്ചതുകൊണ്ട് എല്ലാവരും വരി, സ്വർഗത്ത് അള്ളാഹിന്റെ സ്വർഗത്ത് പോവാന്ന് പറയാൻ അർഹരാണ് അവര്. യൂസുഫുൽ ജീലാനി തങ്ങള്, അല്ലാഹു റബ്ബി, ഒരാളെങ്ങനെ സ്റ്റേജിൽ കയറി വന്ന ഒരാൾ അപ്പൊ തന്നെ എന്നോട് ചോദിച്ചു, മൂപ്പര് ഇവൻ ഏതാടാ? ഞാൻ അറിയില്ല പാപ്പ, ഓൻ കള്ളനാട്ടോ. ഉള്ളത് അപ്പം മുഖത്ത് നോക്കി പറയാൻ കഴിയുന്ന ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. മൂപ്പര് വഫാത്താകുന്നതിന് തൊട്ട് മുമ്പത്തെ ഹജ്ജ് ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. ആ ഹജ്ജ് സമയത്ത് ബഹുമാനപ്പെട്ടവർ റബ്ബിനോട് ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടതാണ്, പടച്ചോനെ, എ.പി. ഉസ്താദ് ഹയാത്തുള്ള കാലത്ത് എന്നെ മരിപ്പിക്കണം. എന്താ മൂപ്പര് ദ്വാരക്കണത്? എ.പി. ഉസ്താദ് ഹയാത്തുള്ള കാലത്ത് എന്നെ മരിപ്പിക്കണം. ഉപ്പാപ്പ എന്താ ഇങ്ങനെ ദ്വാരക്കണത്? അപ്പൊ പറഞ്ഞു, ഞാൻ മരിച്ചു എന്ന് കേട്ടാൽ എ.പി. ഉസ്താദ് വന്ന് മയ്യത്ത് നിസ്കരിക്കും. ഉസ്താദ് മയ്യത്ത് നിസ്കരിച്ചാൽ ഞാൻ സ്വർഗത്തിലായിരിക്കും. ഉസ്താദ് മയ്യത്ത് നിസ്കരിച്ചാൽ ഞാൻ സ്വർഗത്തിലായിരിക്കും. ഉസ്താദ് മയ്യത്ത് നിസ്കരിച്ചാൽ ഞാൻ സ്വർഗത്തിലായിരിക്കും. അത്രയധികം യതീം മക്കളെ വാപ്പയാണ് ഉസ്താദ്.
അത്രയധികം അഹ്ലുബൈത്തിന് മഹബത്ത് വെച്ച ആളാണ് ഉസ്താദ്. ആ ഉസ്താദിന്റെ നാവുകൊണ്ട് എന്റെ മയ്യത്തിന് മുമ്പിൽ വെച്ചിട്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന് ഉസ്താദ് ദുആർന്നാൽ എനിക്ക് സ്വർഗം ഉറപ്പാണ്. ഉസ്താദിന്റെ ഹയാത്ത് കാലത്ത് തന്നെ ആരോ ഫാത്തായി, ഉപ്പാപ്പ ഫാത്തായി. അല്ലാഹു ദർജ ഏറ്റി കൊടുക്കട്ടെ, അല്ലാഹു ദർജ ഏറ്റി കൊടുക്കട്ടെ.